ബാക്കിയുള്ളത് മറ്റേ ഈ പയ്യന്റെ ഉമ്മ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ICUയിലേക്ക് മാറ്റി. ആ സമയത്താണ് ഞങ്ങളത് കാണുന്നത്. അതും മുഖമൊക്കെ ആകെ പ്രശ്നമാണ്, വെട്ടാണത്, വെട്ടായിട്ടാണ് കാണുന്നത്. ഈ പയ്യനെ, കൊച്ചു പയ്യന്റെ മൃതദേഹം കാണാൻ പറ്റിയില്ല, ഉടൻ തന്നെ അത് മാറ്റി. ഇല്ലില്ല, ഞാനെടുത്ത പൊതുപ്രവർത്തനമാണ്. ആശുപത്രിയിലാണ് കാണുന്നത്. എന്തോ മറ്റുള്ളവർക്കുള്ളത് വെട്ടാവാനാണ് തന്നെയാണ് സാധ്യത. അങ്ങനെയാണ് മുറിവുകൾ കാണുന്നത്. പക്ഷേ ഈ പെൺകുട്ടിയുടേത് ചുറ്റിയലിനുള്ള അടിയോ അല്ലെങ്കിൽ വല്ല ഗണ്ണെങ്ങാനും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. അതാണ്. മൃതദേഹം കണ്ടിരുന്നു. ഗോകുലം മെഡിക്കൽ കോളേജിൽ പോയി മൃതദേഹം കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത്. അമ്മയുടെ വളരെ ക്രിട്ടിക്കലാണ്. അതെ അതെ, ഗോകുലത്തിലാണുള്ളത്. അതെ, തലയ്ക്കാണ്, എല്ലാവർക്കും തലയ്ക്കാണ്. അവിടെ ഇപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട കുറച്ച് ബന്ധുക്കൾ ഇപ്പം ഗോകുലം മെഡിക്കൽ കോളേജിലുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല. അതാണ് എൻ്റെ അവസ്ഥ. എല്ലാവരും ഉണ്ട്. എന്തോ ഇല്ല, ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. ഇവിടെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ അവരെ ബന്ധുക്കളൊക്കെ, അത്യാവശ്യം ബന്ധുക്കളെല്ലാം ഇപ്പൊ ഗോകുലം മെഡിക്കൽ കോളേജിലുണ്ട്. ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ആരെയും നമുക്കവിടെ കാണാൻ കഴിയും, ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അതാണ് ഇപ്പൊ നമുക്കൊരു സംശയം വന്നിട്ടുണ്ട്. അതിപ്പോ ഒരു അരമണിക്കൂറിനകത്ത് അറിയാൻ പറ്റും. അത് പറയുന്നത് അറിയില്ല. അതിനെക്കുറിച്ചൊരു ധാരണയില്ല. മറ്റു ബന്ധുക്കളെ രണ്ടുപേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ പറയുന്ന പയ്യന്റെ ബന്ധുക്കളാണ്, ചേട്ടത്തിയുമാണ്. മറ്റത് ബാപ്പയുടെ ഉമ്മ, ബാപ്പുമ്മ. അത് 85 വയസ്സോളം വരുന്ന. ഒറ്റയ്ക്ക് ഒരു താമസമാണ്. അടുത്ത മക്കളുണ്ട്. അവരാരെ വീട്ടിൽ പോയി നിൽക്കില്ല. ഇവിടെ ചടങ്ങ് വന്നാലും ആ ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു പോകും. ആരെ വീട്ടിൽ നിൽക്കില്ല.